കഴിഞ്ഞ ദിവസം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാനൊരു പോൾ ഇട്ടിരുന്നു. വിൽ എ ഐ റീപ്ലേസ് അവർ കൺവെൻഷണൽ സിനിമ? അതായിരുന്നു ചോദ്യം. അതിന് 31% ആൾക്കാർ യെസ് എന്ന് വോട്ട് ചെയ്ത സമയത്ത് 69% ആൾക്കാർ നോ എന്നാണ് വോട്ട് ചെയ്തത്. അതായത് ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നത് ഒരു തരത്തിൽ നമ്മളുടെ ഇപ്പോഴുള്ള സിനിമ ഒരു തരത്തിൽ മാറ്റാൻ പോകുന്നില്ല, ഇപ്പോൾ ഉള്ള രീതിയിലൊക്കെ തന്നെ അങ്ങനെ സിനിമ മുന്നോട്ട് പോകുമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ പണ്ട് നടന്ന ഒരു സംഭവം പറയാം. അതായത് 1928 വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ റിലീസായി അന്ന് തൊട്ട് ഇന്ന് വരെ സിനിമയിൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ് സെല്ലുലോയിഡ് ഇറയിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ ഇറയിലേക്ക് മാറിയത്. അതായത് 2006 മൂന്നാമതൊരാളെന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഫിലിം ഇറങ്ങുന്നത്. ഈ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഫിലിമിൽ നിന്ന് നേരെ ഡിജിറ്റലിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡ്, ഈ ഒരു സമയത്ത് മലയാളത്തിലെ സീനിയർ ആയിട്ടുള്ള പല സിനിമാറ്റോഗ്രാഫേഴ്സും ഇതിനെതിരായിരുന്നു. അവർ പറഞ്ഞിരുന്നത് ആ ഒരു ഫിലിം റോൾ ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സോള് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാവ്, അതിൻ്റെ ആ ഒരു ഫീലൊന്നും ഡിജിറ്റൽ ക്യാമറയ്ക്ക് കിട്ടത്തില്ല. ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു കോപ്പി പേസ്റ്റ് ആണെന്നാണ് അവരന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് സിനിമാറ്റോഗ്രാഫിയിലേക്ക് വന്ന കുറച്ച് പുതിയ പിള്ളേർ, അമൽ നീരതെന്നും സഹീർ താഹിർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് പിള്ളേർ, അവർ നേരെ ഇങ്ങോട്ട് വന്നിട്ട് അവർ ഈ പഴയ കൺവെൻഷണൽ രീതി മാറ്റി വെച്ചിട്ട് ഡിജിറ്റൽ ക്യാമറയിലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അവിടെ കത്തിക്കാൻ തുടങ്ങി. ആ ആൾക്കാരാണ് ഇന്ന് മലയാളത്തിലെ ടോപ്പ് ഡയറക്ടറും ടോപ്പ് സിനിമാറ്റോഗ്രാഫറും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്നത്. എന്നാൽ അന്ന് ഡിജിറ്റൽ ക്യാമറ എതിർത്തിരുന്ന പല പുലികളായിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സും ഇന്ന് സിനിമയില്ലാതെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ നോക്കി, ഒരു 95 തൊട്ട് 2005 വരെയുള്ള കാലയളവിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുത്തിരുന്ന സീനിയർ സിനിമാറ്റോഗ്രാഫേഴ്സ് ഇന്ന് സിനിമ ചെയ്യാതെ, സിനിമ ഇല്ലാതെ വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റിയതാണ്, അതായത് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് സിനിമ നശിക്കുന്നില്ല, അല്ലെങ്കിൽ സിനിമ നിന്ന് പോകുന്നില്ല, സിനിമ കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടെക്നോളജിയെ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ആ ടെക്നോളജിക്കൊപ്പം മാറാത്ത പല ആൾക്കാരുമാണ് ഇത്തരത്തിൽ സിനിമയിൽ നിന്ന് പിന്തള്ളപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അമൽ നീരദ്, സഹീർ താഹിർ തുടങ്ങിയ പുതിയ ആൾക്കാർക്ക് അന്ന് ലഭിച്ചിരുന്ന അതേ അവസരമാണ് ടെക്നോളജി ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ച് തരുന്നത്. പലരും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഡിജിറ്റൽ എറയിലാണ്. ഈ ഒരു ഡിജിറ്റൽ എറയിൽ നിന്ന് നമ്മളൊരു AI റെവല്യൂഷൻ എറയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ട്രാൻസിഷൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. കുറേയധികം അവസരങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ടെക്നോളജി ഇങ്ങനൊരു അവസരം മുമ്പിലോട്ട് വെക്കുന്ന സമയത്ത് പല ആൾക്കാരും അതിൻ്റെ സാധ്യതകളല്ല കാണുന്നത്, അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെയാണ് കാണുന്നത്. അതായത് AIക്ക് ഫീലില്ല, AIക്ക് ഇമോഷൻ ഇല്ല, AIക്ക് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കുറ്റങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഇതേ തെറ്റ് തന്നെയാണ് പണ്ടത്തെ ആ ഒരു സിനിമാറ്റോഗ്രാഫേഴ്സും ചെയ്തിരുന്നത്. അവർ ഈ ഡിജിറ്റൽ ക്യാമറ വന്ന സമയത്ത് ഡിജിറ്റൽ ക്യാമറയ്ക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളാണ് ഇവർ ഹൈലൈറ്റ് ചെയ്തത്, ആ പ്രശ്നങ്ങളായിരുന്നു ഇവർ എടുത്തു കാട്ടിയത്. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ ചെറുതാണെന്നും അതൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്നും അതിനപ്പുറത്തേക്ക് ഭീകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആ ഒരു ഡിജിറ്റൽ ക്യാമറയുടെ പുറയിലുണ്ടെന്നും അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരതിലേക്ക് സ്വിച്ച് ചെയ്യുമായിരുന്നു അല്ലേ. എന്നാൽ പുതിയ വന്ന ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അതിലേക്ക് കയറിയതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേ സംഭവം തന്നെയാണ് ഇന്ന് നടക്കുന്നതല്ലേ. അതായത് എയുടെ പുറയിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് എത്ര പേര് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി ഭീകരമായിട്ട് വളരുന്ന ഈ ഒരു AI റെവല്യൂഷൻ എറയിൽ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത്, എന്തൊക്കെ അവസരങ്ങളാണ് തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് കിട്ടുന്നത്, ഇതിനൊപ്പം തന്നെ ഇതിനോടെല്ലാം കണ്ണടച്ച് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുക, അതിനൊപ്പം തന്നെ സിനിമാ മേഖലയിൽ കൂടുതലായിട്ടും ബാധിക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ അമലക്ഷി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള ഒരു മുൻധാരണ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം. വേറൊന്നുമല്ല, AI എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ്റെ ചില ഇമോഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതുപോലെ മനുഷ്യൻ്റെ അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് എഗ്രി ചെയ്യുന്നു, നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ നിൽക്കുന്നു. AIക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും തൽക്കാലം ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കും. നമുക്ക് അതിലേക്ക് വരാം. വീഡിയോയുടെ അവസാനം ഞാൻ അതിലേക്ക് തന്നെ വരാം. വീഡിയോയുടെ അവസാനം ഞാനിത് മാറ്റി പറയാനായിട്ട് പോകുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. വീഡിയോ മുഴുവൻ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു തിരക്കഥാകൃത്താണ്, നിങ്ങളൊരു കഥ എഴുതിയിട്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുന്നു. പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നിങ്ങളിപ്പോൾ സാധാരണ പിച്ച് ഒക്കെ ആയിരിക്കുമല്ലോ കാണിക്കുന്നത്. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു സാധനമാണ് പൈലറ്റ് ഫിലിം എന്ന് പറയുന്നത്. നിങ്ങളുടെ കഥയെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിം പോലെ ഒരു ചെറിയ പരിപാടി ചെയ്ത് വെക്കുന്നു. അത് കാണുന്ന പ്രൊഡ്യൂസർ ഇംപ്രസ് ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഇംപ്രസ് ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റ് തരുന്നു. കൊള്ളാം, നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാവുന്നു. എന്നാൽ എല്ലാവരും ഒന്നും ഈ പൈലറ്റ് ഫിലിം ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൈലറ്റ് ഫിലിം ചെയ്യണമെങ്കിൽ 1 മുതൽ 2 ലക്ഷം രൂപ വരെ ചിലവ് വരും. കാരണം എങ്ങനെയാണോ ഒരു സിനിമ എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുറേ എഫേർട്ടൊക്കെ ഇട്ടിട്ട് വേണം ആ ഒരു ചെറിയ പൈലറ്റ് ഫിലിം 1, 2, 3 മിനിറ്റിൻ്റെ പൈലറ്റ് ഫിലിം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനും ഈ പറയുന്ന കണക്ക് ഇത്രയും എക്സ്പെൻസ് ഉള്ളതുകൊണ്ട് പൈലറ്റ് ഫിലിം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 6 മാസം മുമ്പ് ഞാൻ നോക്കുന്ന സമയത്ത് AI വെച്ചിട്ട് ഫിലിം മേക്കിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഞാൻ പോയി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് തയ്യാറാക്കിയ ഒരു ചെറിയ ടീസർ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഈ ഒരു
ഒരു ടീസർ കണ്ട സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? അതായത് കുറേയധികം പാളിച്ചകൾ ഇതിലുണ്ടല്ലേ. അതായത് ക്യാരക്ടർ കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി ഇല്ല, ലൊക്കേഷൻ മാറിപ്പോകുന്നു, കുറേയധികം പ്രശ്നങ്ങൾ. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ഇതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, എന്നാലും ഭാവിയിൽ ഇതിന് കുറേയധികം സാധ്യതകളുണ്ട്, ഇത് മാറി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഒരു ചെറിയ പൈലറ്റ് ഫിലിം ചെയ്തു. അതിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പൂജ ചെയ്യുന്ന കൈയല്ലേ, എന്നെ പിടിച്ച് അശുദ്ധമാക്കണ്ട. പാർവതി ദേവിയും ഒരിക്കൽ മുക്കുവത്തിയായി അവതാരം എടുത്തിട്ടില്ലേ? ശിവനില്ലാത്ത എന്ത് അയിത്തമാണ് എനിക്കുണ്ടാകുന്നത്? മരണശിക്ഷയാണ് ലഭിക്കുവാൻ പോകുന്നത്. ബ്രാഹ്മണനായി ജനിച്ച് രാക്ഷസനായി മാറിയവനാണവൻ. നിന്റെ സകല പ്രജകളെയും ഞാൻ കൊന്നൊടുക്കിയിരിക്കും. അവനെ വീഴ്ത്താൻ ഹദീറസിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഈ 6 മാസത്തിനിടയ്ക്ക് എയ്ക്ക് ഭീകര വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ക്യാരക്ടർ കൺസിസ്റ്റൻസി, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ 6 മാസത്തിനുള്ളിൽ വന്നു. അപ്പോൾ ഈ 6 മാസം കൊണ്ട് ഇത്രയും വളർന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു മുഴുവൻ ട്രെയിലർ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് പിന്നീട് തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടോ ആണ് ഞാൻ സിനിമയുടെ ഭാവി ആണെന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ ഈ ചെയ്ത ട്രെയിലറോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ചെറിയ വീഡിയോസോ ഇതൊന്നുമല്ല ആക്ച്വലി ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സോണിയിലോ അലക്സയിലോ ഒക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു വിഷ്വലല്ലേ, അതേ ക്വാളിറ്റിയിൽ ഉള്ള സാധനം, അതായത് DCP ഫോർമാറ്റിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന ഫോർമാറ്റാണ്, ഇതേ ഫോർമാറ്റിൽ ഔട്ട് എടുത്ത് വരുന്ന സാധനമായിരിക്കും ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. അത് അത്രയും ക്വാളിറ്റി തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ പോലും മനസ്സിലാവില്ല ഒറിജിനലാണോ ഫേക്ക് ആണോ, അല്ലെങ്കിൽ ഒറിജിനലാണോ ഈ പറയുന്ന ആണോ എന്ന് മനസ്സിലാവില്ല. അതേ സാധനമായിരിക്കും വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വലിയ കമ്പനികൾ, ഗൂഗിളും എല്ലാം തന്നെ ഇത്തരത്തിൽ അഘോരാത്രം പണിയെടുത്തിട്ട് ഈ പ്രൊഡക്റ്റൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അവരതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ, നിലവിലെത്തിയിട്ടില്ല. ഈ പറയുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ചെയ്തിട്ട് അവരവിടെ എന്തായാലും എത്തും. അപ്പോൾ അതിലേക്കുള്ളൊരു യാത്രയിലാണ്. ആ ഒരു ട്രാൻസിഷൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഭാഗമാകാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും AI ഇന്ത്യൻ സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളൊരു തിരക്കഥാകൃത്താണെങ്കിൽ, നിങ്ങളൊരു പ്രൊഡ്യൂസറിനെ കണ്ട് തിരക്കഥ പിച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്കൊരു പൈലറ്റ് ഫിലിം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ മെയിൽ ID ഉണ്ടാവും. നിങ്ങളതിൽ മെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ആ ഒരു പൈലറ്റ് ഫിലിം കൊളാബ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ പോയിട്ട് സിനിമയുടെ സാധ്യത നോക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് നിലവിൽ സിനിമയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി ചിത്രമായിട്ടുള്ള രേഖാചിത്രത്തിൽ ഇത്തരത്തിൽ ആ ഒരു മമ്മൂട്ടിയുടെ ഏജിങ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഗോട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെയും വിജയുടെ ക്യാരക്ടറിനെ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ട് ഏജിങ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, കോടികൾ ചിലവാക്കിയിട്ട് ഇറങ്ങാനായിട്ട് പോകുന്ന ജനനായകൻ എന്ന് പറയുന്ന വിജയുടെ ചിത്രം, അതിൻ്റെ ട്രെയിലറിനകത്ത് ജെമിനയുടെ ആ ഒരു ലോഗോ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, ഇപ്പോൾ ഓൾറെഡി സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, 95% സിനിമയുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു കൺവെൻഷണൽ രീതി, പഴയ രീതിയിൽ തന്നെയാണ്. ഒരു 4-5% മാത്രമായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇനി മുന്നിലേക്ക് ഭാവിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പെർസെൻറ്റേജിൽ മാറ്റം വരും. അതായത് മാറ്റം വന്ന് 50% പ്രൊഡക്ഷൻ കൺവെൻഷണൽ രീതിയിലും ബാക്കി 50% AI-ലും ഡിപ്പെൻഡ് ചെയ്യും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഒരു 80-20 എന്നുള്ള രീതിയിലേക്ക് മാറ്റം വരും. അപ്പോൾ ഭാവിയിൽ ഇങ്ങനൊരു മാറ്റം വരികയാണെങ്കിൽ ഈ പറഞ്ഞ കൺവെൻഷണൽ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അത്രയും സിനിമാക്കാരുടെ ജോലി പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, മാറ്റം വരുമെന്ന് എന്തൊരു അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ മാറ്റം വന്നാൽ ജോലി പോകുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഹിസ്റ്ററിയിലേക്ക് നോക്കാം. നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ അധികം കാര്യം മനസ്സിലാക്കാൻ പറ്റില്ലേ. അതായത് നമ്മൾ ഈ പറയുന്ന ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ എറയിലേക്ക് മാറിയ സമയത്ത് അക്കാലത്ത് കുറേയധികം ആൾക്കാരുടെ ജോലി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലാബ് ടെക്നീഷ്യന്മാർ, അതായത് ഈ പറയുന്ന ഫിലിം കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യുന്ന കുറേയധികം ലാബുകൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡിജിറ്റൽ ക്യാമറ വന്ന സമയത്ത് ഈ ലാബുകളെല്ലാം തന്നെ അടച്ചുപൂട്ടി. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത്രയും ആൾക്കാരുടെ ജോലിയാണ് പോയിരുന്നത്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ഈ പറഞ്ഞ റോളുകൾ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന പരിപാടിയായിരുന്നു. ഇത് ചെയ്തുകൊണ്ടിരുന്ന അത്രയും ആൾക്കാരുടെ ജോലി പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രൊജക്ടറിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ആ പ്രൊജക്ടറിലൊക്കെ ഈ പറഞ്ഞ റോളിട്ട് ഫില്ല് ചെയ്യുന്ന കുറച്ച് മാനുവൽ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുടെ ജോലി അന്ന് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറിയ സമയത്ത് പഴയ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ മാത്രമല്ല ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറേ ആൾക്കാരുടെ ജോലി പോയി നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു പുതിയ ടെക്നോളജി വരികയാണെങ്കിൽ ആ പുതിയ ടെക്നോളജി പഴയ ടെക്നോളജി റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ പഴയ ടെക്നോളജിയിൽ നിന്ന് ആൾക്കാരുടെ ജോലി പോകുന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് സിനിമയിൽ മാത്രമല്ല, നിങ്ങൾ എവിടെ നോക്കിയാലും അത് നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു നേച്ചറിൻ്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം, ഇത് മാറുമെന്ന് എന്താ ഉറപ്പുന്നത്? അതായത് ഇപ്പോൾ നിൽക്കുന്ന കണക്ക് തന്നെ പോയാൽ പോലും
എന്തുകൊണ്ട് വരണം വരുമെന്ന് എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലേ എനിക്ക് ആൻസർ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകാം. അതായത് ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറിയത്, എന്തുകൊണ്ട് ഫിലിം തന്നെ കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ഫിലിമിലേക്ക് നോക്കുന്ന സമയത്ത് ഫിലിം വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേയധികം പോരായ്മകളുണ്ടായിരുന്നു. ഈ പോരായ്മകളെല്ലാം ഡിജിറ്റൽ ക്യാമറ കവർ ചെയ്യുന്നതുകൊണ്ടാണ് അത് മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നു, ഫിലിം റോൾ ചെയ്യുന്നു. അങ്ങനെ റോൾ ചെയ്തിട്ട് ആർട്ടിസ്റ്റ് അവിടെ എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ ആ ഫിലിം അവിടെ വേസ്റ്റ് ആവുകയാണ്. പിന്നീട് ആ ഫിലിം കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഫിലിമിനൊക്കെ ഒരുപാട് കോസ്റ്റ് ആണല്ലേ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞു, ആ ഫിലിം കൊണ്ടുപോയി ഈ പറയുന്ന കണക്ക് അവിടെ കൊണ്ടുപോയി ആ ലാബിലിട്ട് പ്രോസസ്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് പിന്നീട് മാത്രം, അതൊരു ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മാത്രമേ ഡയറക്ടർക്ക് ആ ഷോട്ട് ഓക്കെ ആണോ അല്ലേ എന്ന് പറയാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 100 തിയേറ്ററിൽ പടം റിലീസ് ചെയ്യണമെങ്കിൽ 100 കോപ്പി എടുത്തിട്ട് ഈ 100 ഫിലിമിൻ്റെ കോപ്പികൾ വണ്ടിയിൽ കയറ്റി ഈ 100 തിയേറ്ററിലേക്ക് ഫിസിക്കലി എത്തിക്കണമായിരുന്നു. ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഈ പറയുന്ന ഈ ഒരു സാധാരണ ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു റോൾ ചെയ്യുന്ന ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിജിറ്റൽ ക്യാമറ അപേക്ഷിച്ച് ഫിലിം ക്യാമറയ്ക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇതിനെല്ലാം ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇത് മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കോസ്റ്റ് കട്ടിംഗ് ആണ്. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഡിജിറ്റൽ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ കോസ്റ്റ് കട്ടിങ് അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നു. അതായത് ഫിലിം ക്യാമറയിൽ എടുക്കുമ്പോൾ ഉള്ള ചിലവ് എന്താണോ അതിൻ്റെ 4/1 ചിലവും അത് ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറുന്ന സമയത്ത് എല്ലാ തരത്തിലും ചിലവ് കുറയുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് ഓക്കെ അങ്ങനെയാണ് ചിലവ് കുറവുള്ളതിൽ ചെയ്താൽ മതി എന്ന് വെച്ചിട്ട് അതിലേക്ക് ഷിഫ്റ്റ് ആയത്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റാണ് അവിടെ നടന്നില്ല. അപ്പോൾ എന്താണ് കോസ്റ്റ് കട്ടിങ്, സ്പീഡും കോസ്റ്റും ആക്സസിബിലിറ്റി എല്ലാം കൂടിയ സമയത്ത് ആ ഒരു ടെക്നോളജി ഷിഫ്റ്റായി. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് എയിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും AI-യും ഓഫർ ചെയ്യുന്ന അതില്ലേ കോസ്റ്റ് കട്ടിങ്. അതായത് ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് റിലീസ് വരെ ഒരു 8 മാസം ടൈം ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ 3 മാസത്തിലാണ് തീർന്നിരിക്കും. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ഇനി നോക്കുകയാണെങ്കിൽ കോസ്റ്റ്, അതായത് ഇതേ സിനിമ 30 കോടി, അതായത് പ്രൊഡക്ഷൻ്റെ എമൗണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ അത്രയും കാര്യമൊന്നും കൂട്ടുന്നില്ല. ഒരു സിനിമ പ്രൊഡക്ഷന് മാത്രം 30 കോടി ചിലവ് വരുന്ന സമയത്ത് അതേ ക്വാളിറ്റിയിൽ, ഇപ്പോൾ അലക്സ ക്യാമറയിലാണ് എടുത്ത് അതേ ക്വാളിറ്റിയിൽ തിയേറ്ററിൽ റിലീസാക്കാൻ പറ്റുന്ന അതേ DCP ഫോർമാറ്റിൽ അതേ ക്വാളിറ്റിയിൽ സിനിമ AI വെച്ച് ചെയ്യാൻ പറ്റുന്നു. വെറും 30 ലക്ഷമേ അതിനാകുന്നുള്ളെങ്കിൽ കോസ്റ്റ് കട്ടിങ് നടക്കുന്നു, പെട്ടെന്ന് സംഭവിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ മുഴുവൻ പ്രൊഡ്യൂസേഴ്സ് എന്നാൽ AI-ലേക്ക് പോകാമെന്നുള്ള ഡിസിഷൻ എടുക്കും. പല പ്രൊഡക്ഷൻ കമ്പനികളും പല പ്രൊഡ്യൂസേഴ്സും ഇപ്പോൾ പല AI കമ്പനികളായിട്ടും ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഡിസ്കഷൻ പല സ്റ്റാർട്ടപ്പുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആ ഒരു ഷിഫ്റ്റ് നടക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എങ്ങനെയായിരിക്കും AI സിനിമയുടെ കാലം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ രീതികൾ എങ്ങനെയായിരിക്കും? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിനിമയൊന്നും മാറിപ്പോയില്ല, പക്ഷേ എൻ്റെ പ്രൊഡക്ഷൻ രീതിയിലാണ് മാറ്റം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പലരും AI ഉപയോഗിച്ചിട്ട് സ്റ്റോറി ബോർഡ് ചെയ്യുന്നുണ്ടല്ലേ, സ്റ്റോറി ബോർഡൊക്കെ ചെയ്തിട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ് വെർഷനിലേക്ക് വരും. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറാണ് നിങ്ങളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറയുന്ന സമയത്ത് ആർട്ടിസ്റ്റ് നിങ്ങൾ പറഞ്ഞ കഥയും നിങ്ങളുടെ കഥ പറയുന്ന രീതിയും അതുപോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളും കണ്ടിട്ട് അതിൻ്റെ കോൺഫിഡൻസിലാണ് നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് തരുന്നത്. എന്നാൽ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഫൈനൽ ആ ഒരു എഡിറ്റ് കാണുമ്പോഴേ ആർട്ടിസ്റ്റിന് മനസ്സിലാകത്തുള്ളൂ ഇയാൾ പറഞ്ഞ ആൾക്കൊക്കെ സാധനം വന്നോ, അല്ലെങ്കിൽ പടം ഇയാൾ പറഞ്ഞ കണക്ക് എടുത്ത് വെച്ചോ എന്നുള്ളത്. ഇപ്പോൾ ആദിപുരുഷൻ്റെയൊക്കെ കേസിൽ പ്രഭാസിനെ മൊത്തം പറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുന്നൊരു പ്രശ്നമുണ്ടല്ലോ. എന്നാൽ ഇനി AI വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ടറോട് ആദ്യം പറയും ഓക്കെ നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നീ ഒരു AI ഫിലിം നിൻ്റെ മനസ്സിലുള്ള ഫുള്ള് ചെയ്ത് കാണിക്കാൻ പറയും. അപ്പം ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിന് ആ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് ആ പടത്തിലേക്ക് വേണ്ടി വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് പടം AI കാണാൻ പറ്റും. AI പടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ തട്ടിക്കൂട്ട് പടമല്ല, ആക്ച്വൽ നല്ല ക്വാളിറ്റിയിലുള്ള പടം തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് ചിലപ്പോൾ ക്വാളിറ്റി കുറച്ച് റെൻഡർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഒന്നും വരാത്ത രീതിയിൽ ചെറിയ രീതിയിലായിരിക്കും. പക്ഷേ അവർക്ക് മനസ്സിലാൻ വേണ്ടി എന്തായിരിക്കും പടത്തിൻ്റെ മോഡെന്നുള്ളത് ഈ പറയുന്ന ആർട്ടിസ്റ്റിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയ 1-2 ആഴ്ച എടുത്തിട്ട് ചെറിയ രീതിയിൽ ആ ഒരു കംപ്ലീറ്റ് ഫിലിം തയ്യാറാക്കിയിട്ട് ആർട്ടിസ്റ്റിനെ കാണിക്കും. അത് കണ്ടിട്ടായിരിക്കും ആർട്ടിസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഇവന് ഡേറ്റ് കൊടുക്കണോ വേണ്ടെന്നുള്ളത്. അപ്പം എല്ലാ ആൾക്കാരും ഇത്തരത്തിലൊരു ഫിലിം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ആർട്ടിസ്റ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റിന് കുറച്ചുകൂടി ഈസി ആയിട്ട് സിനിമ കണ്ടിട്ട് ജഡ്ജ് ചെയ്തിട്ട് പടത്തിൽ അഭിനയിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുന്ന ആ ഒരു എറ അതെന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു AI ഫിലിം കാണിക്കുന്നു, അതിനുശേഷം നോർമലി ഇപ്പോൾ ഉള്ള പ്രൊഡക്ഷൻ എന്താണോ അതിലേക്ക് പോകുന്നു. ഈ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഫുൾ സിനിമയെന്ന് പറയുന്നത് AI-ലേക്ക് മാറ്റണം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AI-ക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, അതായത് മോഹൻലാൽ വന്ന് അഭിനയിക്കുകയാണെങ്കിൽ ആ ഒരു എക്സാക്റ്റ് സാധനം കിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ടല്ലോ, ആ ഒരു ഹ്യൂമൻ സോൾ അതിപ്പോൾ ഇല്ല, നിലവിലില്ല. ഇനി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അറിയില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് ഒരു AI സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ടെന്ന് വെക്കുക. ആ സ്റ്റുഡിയോയിൽ ഫുള്ള് എന്താ പറയുക LED സ്ക്രീനുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ആയിരിക്കാം. ആ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്ന്, ആ ഫ്ലോറിനുള്ളിൽ നിന്നായിരിക്കും ഒരു പക്ഷേ എൻ്റയർ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഓരോ തവണ ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് AI വെച്ചിട്ട് പ്രോംപ്റ്റ് ചെയ്ത് ഈ സ്ക്രീനിൽ മുഴുവൻ, അതായത് 360 ഡിഗ്രിയിലുള്ള സ്ക്രീനിൽ ഫുള്ളായിട്ട് ഈ പറയുന്ന പല വിഷ്വൽസും, ഇപ്പം ഹിമാലയത്തിലാണെങ്കിൽ ഹിമാലയത്തിൻ്റെ വിഷ്വൽ കാണിക്കുന്നത്, വീടാണെങ്കിൽ വീടിൻ്റെ വിഷ്വൽ, അങ്ങനെ മാറ്റി കാണിച്ചിട്ട് ആ ആർട്ടിസ്റ്റിൻ്റെ ആക്ഷൻസ് മാത്രം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ അഭിനയം മാത്രം ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് എടുക്കും. അത് ചിലപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വലിയ LED പാനൽസ് വെച്ചിട്ടായിരിക്കാം. ആ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് എന്താ ഗുണമെന്ന് വെച്ചാൽ, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട്, ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഈ ട്രാവൽ എക്സ്പെൻസ്, ആർട്ട് വർക്ക്, കോസ്റ്റ്യൂം വർക്ക്, ഈ പരിപാടികളൊക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യർ തന്നെ അഭിനയിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഹ്യൂമൻ സോള്, ലാലേട്ടൻ തന്നെയാണ് അഭിനയിക്കുന്നത്, ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു ആക്ടിങ്ങും ആ ഒരു ഇമോഷനും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. എന്നാൽ ബാക്ക്ഗ്രൗണ്ടും വിഷ്വലും ഒക്കെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ അവിടെ എന്താ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് പിന്നെയും കുറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മെത്തേഡിലും ഉറപ്പായിട്ടും വേണ്ട മനുഷ്യരുടെ ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് ഡയറക്ടർ, പ്രോപ്പറായിട്ട് ഡയറക്ടർ ഉണ്ടെങ്കിലല്ല ഈ സിനിമ അത് ആദ്യത്തെ രീതിയിലായാലും രണ്ടാമത്തെ രീതിയിലായാലും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഡയറക്ടർ വേണം, ഒരു കപ്പിത്താൻ എന്തായാലും വേണം. അടുത്ത ആക്ടർ, ഈ പറഞ്ഞ ആക്ടർ അഭിനയിച്ചാൽ എല്ലാ കാര്യങ്ങളും ബെറ്ററായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ആക്ടറും അവിടെ വേണം. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുറേ ടെക്നീഷ്യൻസ്, സിനിമാറ്റോഗ്രാഫർ വേണം. എന്നാൽ സിനിമാറ്റോഗ്രാഫർ പഴയ കണക്ക് പല സ്ഥലങ്ങളിൽ പോയി അത്രയും എഫേർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. കുറച്ച് എഫേർട്ട് മാത്രം സ്റ്റുഡിയോയിലായതുകൊണ്ട് അതിൻ്റേതായ എഫേർട്ട് മാത്രം എടുത്താൽ മതിയാവും. എന്നാൽ ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രൗഡഡ് സീൻ, വലിയ ക്രൗഡുള്ള സീനൊക്കെ ഉണ്ടെങ്കിൽ ആ ക്രൗഡഡ് സീനൊന്നും ജൂനിയർ ആർട്ടിസ്റ്റിനൊന്നും പൈസ കൊടുക്കേണ്ട, കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഒഴിവാക്കാം. പകരം അതെല്ലാം തന്നെ ചെയ്തോളൂ. ഇനി അതല്ലെങ്കിൽ വലിയ എക്സ്പെൻസ് സെറ്റൊക്കെ ഉണ്ടല്ലോ, അതൊരു വലിയൊരു വാർ നടക്കുന്നു, ബാഹുബലി പോലെയുള്ള സംഭവങ്ങൾ, അതിനൊന്നും വലിയ സെറ്റൊന്നും പണിഞ്ഞിട്ട്, ബാഹുബലിക്കൊക്കെ കുറേ സെറ്റൊക്കെ പണിഞ്ഞ് പൈസ കളഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെയൊന്നും പണിയേണ്ട ആവശ്യമില്ല. പകരം ഇതെല്ലാം തന്നെ ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, കുറേയധികം കാര്യങ്ങൾ മനുഷ്യർ നോക്കുന്നു, കുറേയധികം കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ റിസൾട്ട് സംഭവിക്കുന്നത്, അതായത് ബഡ്ജറ്റ് കുറയും, നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് കുറയും, അങ്ങനെ കുറേയധികം അഡ്വാൻറ്റേജസ് ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കും, ഇവിടെ ആരുടെയൊക്കെ ജോലിയാണ് പോകാൻ സാധ്യതയുള്ളത്. ഒന്ന്, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോലി പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു വലിയ ക്രൗഡ് കാണിക്കണം, 1000 പേരുള്ള ഒരു ഉത്സവം കാണിക്കണമെങ്കിൽ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റിന് നിങ്ങൾ 500 രൂപ വെച്ച് കൊടുത്താൽ തന്നെ അത് വലിയൊരു എമൗണ്ട് ആവും ഇല്ലേ. എന്നാൽ അതിന് പകരം വെച്ച് പ്രോംപ്റ്റ് ചെയ്തിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാണിക്കുകയാണെങ്കിൽ അത്രയും എക്സ്പെൻസ് വരില്ല എന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ VFX ചെയ്യുന്ന ചെറിയ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ പരിപാടി എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ചെറിയ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മായ്ച്ച് കളയുക, അല്ലെങ്കിൽ മാസ്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രോംപ്റ്റിംഗ് വരുന്ന സമയത്ത് ഒറ്റ പ്രോംപ്റ്റിങ്ങിൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ചിലപ്പം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒരു പക്ഷേ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ഈ പറഞ്ഞ കണക്ക് ചെറിയ സ്ക്രീനിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ മിനിമലായിട്ടുള്ള ആർട്ട് വർക്ക് ചിലപ്പം ആവശ്യം വരുന്നതാണ്. അതുപോലെ ലൊക്കേഷൻ മാനേജേഴ്സ്, ലോക്കൽ മാനേജേഴ്സ്, പ്രൊഡക്ഷൻ കോർഡിനേറ്റേഴ്സ്, അങ്ങനെ കുറേയധികം, കാരണം പ്രൊഡക്ഷൻ്റെ ആ ഒരു കോസ്റ്റും ചിലവും കാര്യങ്ങളും ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടാത്ത ആ ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയും കുറേ ആൾക്കാരെ ബാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വന്നിട്ട് സിനിമ ഒരിക്കലും ഇല്ലാതാവുകയില്ല. സിനിമയുടെ ബഡ്ജറ്റും കോസ്റ്റും അതിൻ്റെ സാധാരണക്കാരന് അതിനോടുള്ള ആക്സസിബിലിറ്റി ഇതൊക്കെ കൂട്ടുക എന്നുള്ളതാണ് യുടെ പ്രത്യേകത. വരുമ്പോൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അവിടെ ഇല്ലാതാകുന്നത് ഈ ഒരു ടെക്നോളജി പുതിയതായിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരായിരിക്കും. അവർക്ക് പകരം അവർ പഠിക്കാതെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു വാക്കം ക്രിയേറ്റ് ആവും. അവിടേക്ക് പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് ഇന്നാവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വാക്കം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് ഇന്നാവാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കാര്യത്തിലേക്ക് വരാം. അതായത് പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരിക്കലും മനുഷ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഇമോഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനുഷ്യന് അത്രയും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മിഥ്യാധാരണ പലരും മനസ്സിൽ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പലരും തള്ളിപ്പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുള്ളത് യൂട്യൂബിൽ വരുന്ന കുറച്ച് ഷോർട്സുകളും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, അതിൽ മറ്റേ സ്ഥിരം ടെംപ്ലേറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇത് കാണുമ്പോൾ പലർക്കും തോന്നും ഇത് അല്ലേന്ന്. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, ഇതല്ല ആക്ച്വൽ എന്ന് പറയുന്നത്. അത് റോൾ ഔട്ട് ആയിട്ടില്ല. റോൾ ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വൽ ഒറിജിനൽ സിനിമയും ഈ പറയുന്ന ഫിലിമും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. അത്ര ഒറിജിനൽ സാധനമായിരിക്കും വരാനായിട്ട് പോകുന്നത്. അത് റോൾ ഔട്ട് എന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അത് എന്തായാലും വന്നിരിക്കും. അപ്പോൾ അത് എന്ന് വേണേലും വന്നോട്ടെ, വരാതിരുന്നോട്ടെ. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, എന്ന് പറയുന്നത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലി ചെയ്യുന്ന ഒരു ടൂള് മാത്രമല്ല. അങ്ങനെ കുറേ ജോലികൾ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ചെയ്തു തരും. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തരും. അതൊക്കെ പോട്ടെ. എന്നാൽ അത് മാത്രമല്ല യുടെ ജോലി എന്ന് പറയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന ഒരു സാധനത്തെ അത് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയിൽ ബെറ്ററായിട്ട് എൻഹാൻസ് ചെയ്ത് തരുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളും മോഹൻലാലും
ഇവർ മൂന്നും കൂടെ ഒരു അഭിനയ മത്സരത്തിന് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് 3 പേരുടെയും വീഡിയോ എടുത്തിട്ട് അവസാനം ഒരു ജഡ്ജി 3 വീഡിയോസ് നോക്കിയിട്ട് ആരാണ് ബെറ്ററായിട്ട് അഭിനയിച്ചതെന്ന് പറഞ്ഞിട്ട് മാർക്കിടും. അങ്ങനെ 3 പേരും കൊടുത്ത സമയത്ത് എയുടെ അഭിനയം കണ്ടപ്പം ഒട്ടും ഒരു ഫീലില്ല, തട്ടിക്കൂട്ട് സാധനമാണ്, അപ്പോഴേ വെട്ടി. നിങ്ങളൊരു മോശമല്ലാത്ത നടനാണ്, നിങ്ങളുടെ അഭിനയം മാർക്കിട്ടു. മോഹൻലാലിൻ്റെ അഭിനയം നോക്കിയപ്പം ബെറ്ററാണ്, പുള്ളിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്തു. അങ്ങനെ നിങ്ങൾ വിഷമിച്ച് താടിക്ക് കൈ കൊടുത്തിരിക്കുമ്പോഴാണ് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് ചേട്ടാ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാം. അങ്ങനെ നിങ്ങൾ എയുടെ സഹായത്തോടു കൂടി, നിങ്ങൾ മോശമല്ലാതെ അഭിനയിക്കുന്ന ഒരു നടനാണ്, നിങ്ങൾ എയുടെ സഹായത്തോടു കൂടി നിങ്ങൾ ആ ഒരു അഭിനയം കാഴ്ചവെച്ചു. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, നിങ്ങളുടെ ആ ഒരു അഭിനയത്തെ എടുത്തിട്ട്, നോർമലായിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിനയത്തെ എടുത്തിട്ട് അതിനെ 100x ആയിട്ട് എൻഹാൻസ് ചെയ്യുന്നു. അങ്ങനെ എൻഹാൻസ് ചെയ്ത വീഡിയോ ആർക്ക്, ജഡ്ജിന് അയച്ചു കൊടുക്കുന്നു. മോഹൻലാൽ ഒന്നും ഉപയോഗിക്കാതെ നോർമലി അദ്ദേഹം അയച്ചു കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ വിജയിക്കും. കാരണം എന്താ, നിങ്ങളുടെ ആ ഒരു നോർമലായിട്ടുള്ള ആക്ടിങ്ങിനെ എൻഹാൻസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ നാച്ചുറലി അഭിനയിച്ചപ്പോൾ നിങ്ങൾ തോറ്റുപോയി, എന്നാൽ രണ്ടാമത് നിങ്ങൾ ഉപയോഗിച്ച സമയത്ത് എന്താണ്, നിങ്ങൾ ജയിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ആദ്യം ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത് തോറ്റുപോയെന്നും രണ്ടാമതൊരു മനുഷ്യൻ്റെ ഒപ്പം മത്സരിച്ച സമയത്ത് ജയിച്ചതെന്നും? അതായത് ഈ ഒരു കേസിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു മനുഷ്യൻ്റെ ഇൻപുട്ട് ഇല്ലാതെ സ്വയം, അതായത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ച ആ ഒരു ഇമോഷൻസ് വെച്ചിട്ട് അഭിനയിക്കാനായിട്ട് ശ്രമിച്ചു, നടന്നില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അവിടെ ഒരു മനുഷ്യൻ ഇൻപുട്ട് കൊടുത്തു, അവിടെ ആ ഒരു മനുഷ്യൻ്റെ സോളും ആ ഒരു സാധനം എല്ലാം വന്നു, അതിനെയാണ് എൻഹാൻസ് ചെയ്തത്, അതുകൊണ്ടാണ് അത് പ്രോപ്പറായത്. അപ്പോൾ സംഭവം എന്താണ്, നോർമലായിട്ടുള്ളൊരു നടനെ 100x ആയിട്ട് അത് എൻഹാൻസ് ചെയ്തത് കൊണ്ട് അവിടെ അത് വിജയിച്ചു. എന്നാൽ ഇതേ ലാൽ സാറ് പോയിട്ടാണ് ഈ ഒരു ഇൻപുട്ട് എക്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെ അതിൻ്റെ ടോപ്പായിരിക്കും. അതായത് ലാൽ സാറ് കൊടുത്തത് ബെറ്ററായിട്ടുള്ള അഭിനയമാണല്ലോ, ഈ അഭിനയത്തിന് 100x ആയിരിക്കും വരുന്നത്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നത്. നല്ല ഇൻപുട്ട് നല്ല രീതിയിൽ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ല ഔട്ട്പുട്ട് കിട്ടും. മോശം ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് തരാനായിട്ട് പറ്റൂ. ചില കാര്യങ്ങളൊക്കെ എക്ക് മനുഷ്യനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് പറ്റും, കാൽക്കുലേഷൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെ. എന്നാൽ മനുഷ്യന് മാത്രം പറ്റുന്ന ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് എക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കാര്യങ്ങൾ ഒരു എക്ക് ഒരു ഇൻപുട്ടായിട്ട് വൃത്തിയായിട്ട് ഒരു മനുഷ്യൻ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്ത ഇൻപുട്ടിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ 100x ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി മുന്നിലേക്ക് ഉപയോഗിക്കാൻ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് എല്ലാം നിങ്ങളുടെ കഴിവിനനുസരിച്ച് അത്ര ബെറ്റർ ക്വാളിറ്റിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇനി എത്രയൊക്കെ കഥാപ്രസംഗം നടത്തിയാലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇതൊന്നും വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകും. അത്തരം ആൾക്കാർക്ക് അവർ നേരിട്ട് കണ്ടാൽ മാത്രമേ, അതായത് എന്നാണോ ഇത്തരത്തിലൊരു എന്താ പറയുക ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫിലിം തിയേറ്ററിൽ ഇറങ്ങി അവരത് പോയി കാണുന്ന അന്നായിരിക്കും അവർ ഷോക്കായിട്ട് ഇങ്ങനെയൊക്കെ എക്ക് പറ്റുമോ എന്ന് ഒന്ന് വാ പൊളിച്ചിട്ട് അതിനുശേഷമായിരിക്കും അവർ വിശ്വസിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷേ അപ്പം നിങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾ ഒരുപാട് വൈകിപ്പോവും, ഒരുപാട് പുറയിലായിപ്പോവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2014-15 കാലഘട്ടത്തിലൊക്കെ പലരും ഫോണൊക്കെ എടുത്തിട്ട് യൂട്യൂബ് അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് യൂട്യൂബർ എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ സൊസൈറ്റിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു, യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് പുച്ഛമായിരുന്നു, ആ കാലത്തുള്ളവർക്കറിയാം. പക്ഷേ പിന്നീട് ഇന്നത്തെ കാലത്ത് കോവിഡൊക്കെ കഴിഞ്ഞ ഒരു ടൈം ആയപ്പോഴത്തേക്കും യൂട്യൂബിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൂടെ എന്തൊക്കെ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് മിക്ക ആൾക്കാരും അത് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ പല ആൾക്കാരും അന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ നേരത്തെ ഒന്ന് തുടങ്ങിയിരുന്നെങ്കിലെന്ന് കുറ്റബോധം തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല, ഞാൻ നടത്തിയ റിസർച്ചിൽ നിന്നും ഞാൻ വായിച്ച ആർട്ടിക്കിളിൽ നിന്നും ഞാൻ കണ്ട ഇൻ്റർവ്യൂസൊക്കെ നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മാത്രമായിരിക്കില്ല, ഇനി ഇതിലും കുറേ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മേഖലയിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കുക, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ സാം ആൾട്ട്മാൻ്റെ അല്ലെങ്കിൽ എലോൺ മസ്കിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ്, അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ US പല ആൾക്കാരെയും ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കാണാമെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ അപ്ഡേറ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ലോകം മാറുന്നത്, അതിനനുസരിച്ച് നമ്മളും മാറണമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഏത് മേഖലയിലായാലും, സിനിമയാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും ടെക്നോളജി കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറേണ്ടതാണ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ശരിക്കും ഒരു പൈലറ്റ് ഫിലിം ഉപയോഗിച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും